الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك الفضل الكبير. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ വ്യത്യസ്തങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടുകാരായി കൊണ്ടു നടക്കുന്നവർ, നമുക്ക് മറ്റാരേക്കാളും നമ്മൾ പരിഗണിച്ചു പോരുന്ന ആളുകൾ, അവരൊക്കെയും ഏത് രീതിയിലാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മളും നമ്മുടെ മക്കളടക്കമുള്ള സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മീഡിയകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഏറെ അമ്പരിപ്പിക്കുന്നതാണ്. ഒരു 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പൊക്കെ ഒരിക്കലും നമ്മുടെ ആലോചനയിൽ പോലും വരാത്തത്രയും ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമങ്ങളിൽ വരെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളായി പിടിക്കപ്പെടുന്ന ആളുകൾ കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മുടെ സമുദായത്തിന് തെറ്റില്ലാത്തൊരു സ്ഥാനം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് ഈ വളർന്നു വരുന്ന കുട്ടികൾ പിഴച്ചു പോകുന്നത് എന്നൊരു അന്വേഷണത്തിൽ എല്ലാവർക്കും പറയാനുണ്ടാകുന്ന ഒരേ ഒരു കാരണം കൂട്ടുകൂടിപ്പോയി എന്നതാണ്. അവനൊരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു, പക്ഷേ കൂട്ടുകാരുടെ ഷർറിൽപ്പെട്ടതാണ് മോശമാകാനുണ്ടായ കാരണം എന്നതാണ് എല്ലാവരും പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നമുക്കൊരു ആലോചന ഉണ്ടാകണം. ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറ സുഹ്റഫിലെ 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ. അന്നേ ദിവസം പരലോകത്ത് വരുമ്പോൾ കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായി മാറുന്നതാണ്. ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ച കൂട്ടുകാരൊഴികെ. സൂക്ഷ്മത പാലിക്കാത്തവരായ എല്ലാ ചങ്ങാതിമാരും പരലോകത്ത് വരുമ്പോൾ പരസ്പരം ശത്രുക്കളായി മാറുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു മനുഷ്യൻ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് പരലോകമെന്ന് പറയുന്നത്. ആ പരലോകത്ത് നമുക്ക് സഹായമായി ഒരാളും ഉണ്ടാവുകയില്ല എന്നത്
പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ചിലർ നമുക്ക് ശത്രുക്കളായി അവരുടേതായ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി നമ്മെ സമീപിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ തികച്ചും പരിതാപകരമായി പോകാൻ അത് കാരണമായി തീരുന്നതാണ്. സൗഹൃദങ്ങൾ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? പലരുടെയും ജീവിതത്തിൽ മാതാപിതാക്കളെക്കാൾ സ്വാധീനമുള്ളവരാണ് കൂട്ടുകാർ. മാതാപിതാക്കളെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂട്ടുകാരാണ്. ഇണയെ വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനം ചങ്ങാതിമാരുടേതാണ്. അങ്ങനെയൊക്കെയും നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ബന്ധമാണ് സുഹൃത്തുക്കളുമായി നമുക്കുള്ളത്. ചില ആളുകളെ നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അവരായിരിക്കും. എന്തേ അതിലൊന്നും പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാരൊന്നും അതിനകത്തില്ല എന്നതാണ്. ചില ഗ്രൂപ്പുകളിൽ നമ്മൾ എത്തിപ്പെട്ടു പോവുകയാണ് എങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് മോചനം ഉണ്ടാവില്ല എന്നതാണ്. അത്രമേൽ അഡിക്ഷനായി ഈ സൗഹൃദങ്ങൾ നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും, പറയുന്ന ഞാനുൾപ്പെടെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചങ്ങാതിമാരാരൊക്കെയാണ് എന്നും അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിൻ മിർആത്തു അഖീഹിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയായ തൻ്റെ സഹോദരൻ്റെ കണ്ണാടിയാണ് എന്ന്. ചില ചെറിയ വചനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നൊരു ആശയ ലോകമുണ്ട്. വളരെ വിപുലമായ ഒരാശയത്തിലേക്കാണ് പ്രവാചകൻ ഈ ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത്. വിശ്വാസിയായ സഹോദരൻ്റെ കണ്ണാടിയാണ് ഒരു മുസ്ലിമായ സഹോദരൻ എന്ന് പറയുന്നത്, ഒരു മുഅ്മിനായ വിശ്വാസി എന്ന് പറയുന്നത്. കണ്ണാടി എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ണാടിയെ കാണുന്നത്? എന്നെ കാണാനാണ് ഞാൻ എൻ്റെ കണ്ണാടി നോക്കാറ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രതിബിംബം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് കണ്ണാടിയുടെ പ്രത്യേകത. അതേപോലെ തന്നെ കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ന്യൂനതകളെ മറച്ചു വയ്ക്കുകയോ അതല്ലെങ്കിൽ അത് കൂടുതൽ പർവ്വതീകരിച്ച് കാണിക്കുകയോ കണ്ണാടി ചെയ്യുന്നില്ല. കണ്ണാടി മറ്റൊരാളെ സംബന്ധിച്ച് നമ്മളോട് പറയുന്നില്ല. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ നമ്മളെ സംബന്ധിച്ചാണ് കണ്ണാടി നമ്മോട് പറയുന്നത്. എന്നതുപോലെ കൃത്യമായ നമ്മളുടെ പ്രതിബിംബത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ നന്മകളും കൃത്യമായി നമ്മെ ബോധിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം ഈ സൗഹൃദങ്ങളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ 3 വാക്കിലൂടെ തീർക്കുന്നൊരാശയമുണ്ട്. നമ്മുടെ ചങ്ങാതി അങ്ങനെയാണോ? പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മെ അയാളിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അസൂയയായിരിക്കും പലതിൻ്റെയും പ്രേരണയായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത്. നമുക്ക് ചിലരെ ഒന്നും ഇഷ്ടമല്ല, അത് നേരത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളാണ്. ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ അത്തരം ആളുകൾ എന്ത് നന്മ ചെയ്താലും നമ്മൾ ആ നന്മയെ അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല. അത് പകൽ പോലെ വെളിച്ചമുള്ളതാണെങ്കിൽ പോലും. അങ്ങനെ നമ്മുടെ മനസ്സുകൾ കുടുസായി പോവുകയാണ്. അത്തരമൊരു വലയത്തിലാണ് നമ്മൾ പെടുന്നത് എങ്കിൽ ഒരാളുടെയും നന്മ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നന്മയുടെ സഹകാരികളായി തീരാൻ പോലും നമുക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്, നീ ആരുടെ ചങ്ങാതിയാണ് എന്ന് നോക്കണമെന്ന്. അബൂദാവൂദും തിർമിദിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അർറജുലു അലാ ദീനി ഖലീലി. ഓരോരുത്തരും അവനവൻ്റെ ചങ്ങാതിയുടെ ദീനിലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വതവേ ഒരു മതത്തിലാണ് എങ്കിൽ പോലും ആ മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽ തന്നെയും നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കുന്നതിലും വ്യത്യസ്തങ്ങളായ പ്രവർത്തന രീതികൾ സ്വീകരിക്കുന്നതിലുമൊക്കെയും നമ്മളെ ചിലർ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഫൽ എൻളുർ അഹദുക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ,
മൻ യുഖാലിൽ, ആരെയാണവൻ ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. ഒരുപാട് പോരായ്മകളും കുറവുകളുമുള്ള, മറ്റുള്ളവരെ അതിനൊക്കെയും പ്രേരിപ്പിക്കുന്ന ആ തരത്തിലുള്ള ഒരു സൗഹൃദമാണോ എനിക്കുള്ളത് എന്ന് ഓരോ വിശ്വാസിയും പരിശോധിക്കണമെന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കുകയല്ല. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ മസലുൽ ജലീസുസ് സാലിഹു വ ജലീസുസ് സൂഹു കഹാമിലുൽ മിസ്കി വ നാഫിഉൽ ഖീർ. പ്രവാചകൻ നല്ല സുഹൃത്തിനെയും മോശം കൂട്ടുകാരനെയും പ്രവാചകൻ ഉപമിക്കുകയുണ്ടായി. ഏതുപോലെ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതൊരു കസ്തൂരി വാഹകനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാണ്. കൊല്ലൻ്റെ ആല എന്നും ഉലയെന്നൊക്കെ നമ്മൾ പറയുന്ന ആ ആലയിൽ ഊതുന്നവനെ പോലെയാണ് മോശമായ കൂട്ടുകാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. എന്നാൽ നല്ല സ്നേഹിതൻ എന്ന് പറയുന്നത് ഒരു കസ്തൂരി വാഹകനെ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വിശദീകരിക്കുകയാണ്, ഫഹാമിലുൽ മിസ്കി, അപ്പോൾ കസ്തൂരി വാഹകൻ എന്ന് പറയുന്നത് ഇമ്മാ അൻ യുഹദിയക, ഒരു പക്ഷെ നിനക്ക് ആ അത്തർ അല്ലെങ്കിൽ ആ പെർഫ്യൂം നിനക്ക് നൽകാൻ സാധ്യതയുണ്ട്. വ ഇമ്മാ തബ്താഅ മിൻഹു, അതല്ലെങ്കിൽ നിനക്ക് അയാളിൽ നിന്ന് അത് വാങ്ങാൻ കഴിയും. വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ, ഇനി അയാൾ വാങ്ങാനും പറ്റുന്നില്ല, നിനക്കയാൾ ഫ്രീ ആയി തരുന്നുമില്ല എങ്കിലും അയാളുടെ സുഗന്ധം നിനക്ക് ഒട്ടും പ്രയാസമില്ലാതെ ആസ്വദിക്കാൻ കഴിയും. നല്ല ചങ്ങാതി അങ്ങനെയായിരിക്കും. അയാളിൽ നിന്ന് ആ നന്മ നിനക്ക് പകർന്നു കിട്ടും. അതല്ലെങ്കിൽ അയാളെ നിനക്ക് നന്മയിൽ നിനക്ക് അയാളെ അനുധാവനം ചെയ്യാൻ കഴിയും. ഇത് രണ്ടുമല്ല എങ്കിലും അയാളുടെ നന്മയുടെ ഓരം ചേർന്ന് പോകുമ്പോൾ ആ നന്മയുടെ സൗഭാഗ്യം, അതിൻ്റെ തണൽ നിന്നിലേക്ക് കൂടി വിരിക്കുന്നതാണ്. എത്ര നല്ല ഉപമയാണ് പ്രവാചകൻ ഒരു നല്ല കൂട്ടുകാരനെ ഉപമിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, വനാഫിഉൽ ഖീർ, എന്നാൽ ഉലയിൽ ഊതുന്നവൻ എന്ന് പറയുന്നത് ഇമ്മാ അൻ യഹ്രിഖ സിയാബക, അവൻ്റെ വസ്ത്രം കേടുവരുത്താൻ സാധ്യതയുണ്ട്. ചീത്തയായ ഒരു കൂട്ടുകാരൻ നിനക്ക് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവനുണ്ടാക്കി വയ്ക്കുന്ന അനർത്ഥങ്ങൾ അറിഞ്ഞും അറിയാതെയും നിന്നിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നീ അത് സൂക്ഷിക്കണം. ആലോചിച്ച് നോക്കണം. ചിലരൊക്കെയും നിയമപാലകർ തേടി വരുന്നത് മറ്റു ചില ബന്ധങ്ങളുടെ പേരിലാണ്. ഒരു കൊലയാളിയുമായിട്ടുള്ള ബന്ധമാണ്, അയാളുമായിട്ടുള്ളൊരു വാട്സപ്പ് മെസ്സേജാണ് മറ്റൊരാളെ പ്രതി ചേർക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അയാളുമായിട്ട് നിൽക്കുന്ന ചില ഫോട്ടോകളാണ് ആ കുറ്റകൃത്യത്തിൽ നമ്മളെ കൂടി പങ്കാളികളാക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ അതിനെ ഉപമിക്കുന്നത്. ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ മുൻതനതൻ, പ്രവാചകൻ പറഞ്ഞത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത്, ഉലയിൽ ഊതുന്നവൻ്റെ പക്കൽ നിനക്കുണ്ടാകുന്നത് ഒരിക്കലും നിനക്കത് വാങ്ങാനില്ല, പക്ഷേ അവൻ്റെ ദുർഗന്ധം നീ സഹിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒരാളുടെ മോശമായ സ്വഭാവം തീർക്കുന്ന എല്ലാ പ്രയാസങ്ങളും അയാളുടെ കൂടെയുള്ളവരും ഷെയർ ചെയ്തു പോകപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും നമ്മൾ ആരെയാണ് നമ്മുടെ സ്നേഹിതനായി, നമ്മുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനും അതേപോലെ നമ്മുടെ ഉള്ളുകള്ളികളൊക്കെ പങ്കുവയ്ക്കുന്ന തലത്തിൽ നമ്മൾ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാളെ ആരെയാണോ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്നത് അവനോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത്. ചിലരോടുള്ള നമ്മുടെ വലിയ ഇഷ്ടമാണ് ചില കൂട്ടുകെട്ടുകളിൽ നമ്മളെ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ മോശമാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അത്തരം ഒരു വലയങ്ങളിൽ പെട്ടുപോയ എത്രയോ ആളുകളുണ്ട്. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 28-ാമത്തെ വചനം അത്തരമൊരു വിലാപമാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ്? യാ വൈലത്ത, എൻ്റെ നാശമേ. നരകത്തിൽ പോയ ഒരാൾ വിലപിക്കുന്നതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ലൈത്തനി, ഞാനായിരുന്നുവെങ്കിൽ ലം അത്തഖിദ ഫുലാനൻ ഖലീല, ഇന്ന ചങ്ങാതിയെ ഞാൻ
കൂട്ടുകാരനാക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് വരുമ്പോൾ അയാൾ വിലപിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ തിന്മയ്ക്കും എല്ലാ പോരായ്മയ്ക്കും നരകത്തിലെത്തപ്പെടാനുള്ള കാരണമായി അയാൾ കാണുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്നതാണ്. സഹോദരങ്ങളെ, ക്യാൻസറിനേക്കാൾ അപായമാണ് അത്തരം സൂചനകൾ. ചില ആരോഗ്യമൊരിക്കലും പകരാറില്ല, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ആരോഗ്യവാനായ ഒരാളുടെ അടുത്തിരുന്നാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. എന്നാൽ രോഗിയായ ഒരാളുടെ അടുത്തിരുന്നാൽ, ഒരു വൈറൽ ഫീവർ ഉള്ള ഒരാളുടെ അടുക്കൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ നമുക്ക് തുമ്മാനുള്ള ടെൻഡൻസി ഉണ്ടാകും. നമ്മുടെ കണ്ണുനീര് വാർക്കും, മൂക്കിൽ നിന്ന് ഒലിക്കാൻ തുടങ്ങും. ആ രോഗത്തിൻ്റെതായ ചിലത് നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു എന്നതാണ്. അതേപോലെയാണ് മോശമായ കൂട്ടുകാരൻ അവൻ്റെ മോശത്തരങ്ങളൊക്കെയും നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത്തരം കൂട്ടുകാരെ നിങ്ങൾ കരുതിയിരിക്കണം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറഞ്ഞു, മൻ സറഫഹു അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് അയാൾ നിങ്ങളെ തെറ്റിച്ചു കളയും. വഅദല ബിഹി ഇലാ ത്വരീഖിൽ ദലാല, സന്മാർഗത്തിൽ തെറ്റിക്കൽ മാത്രമല്ല ദുർമാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും കൂടി ചെയ്യും. അയാൾ തീർക്കുന്ന അയാളുടേതായ ഒരു മാർഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ മകനാണ് ഹുസൈൻ. അദ്ദേഹം തൻ്റെ മകൻ ജഅഫറിന് നൽകുന്ന 5ഓളം ഉപദേശങ്ങളുണ്ട്. അതിങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, ലാ തസ്ബഹന്ന ഫാസിക്ക, മകനെ വിളിച്ചുകൊണ്ട് പറയാം, മോനെ നീ ഫാസിക്കായ ഒരാളുടെ കൂടെ നീ ചങ്ങാത്തം കൂടരുത് എന്ന്. ഫാസിക്കായ മനുഷ്യന് എന്ന് പറയാൻ എന്താണ്? തോന്നിവാസിയായ തെമ്മാടിയായ ആളാണ്. ചില നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് അത്തരം ആളുകളായിരിക്കും. നമ്മൾ ഇന്ന ഗ്യാങ്ങിലാണെന്ന് കണ്ടാൽ എല്ലാവരും ആ തെമ്മാടിയുടെ അനുയായി എന്ന അർത്ഥത്തിൽ ഒരു പക്ഷേ പേരും പ്രശസ്തിയും ഒക്കെ ആ നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുത്തു പോകുന്ന ആളുകളുണ്ട്. അവരുമായിട്ടുള്ള കൂട്ടുകൂടൽ, നമ്മൾ മോശക്കാരൊന്നുമല്ല, പക്ഷെ മോശക്കാരായ ചിലരുമായിട്ട് നമുക്കൊരു വലിയ ബന്ധമുണ്ട് എന്ന് നമ്മൾ സൂക്ഷിക്കുകയും ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ അതൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നൽകുന്ന ഉപദേശത്തിൽ പറയാൻ, തെമ്മാടിയെ നീ ഒരിക്കലും കൂട്ടുകാരനാക്കരുത്. എന്നിട്ട് കൊടുക്കുന്ന ഉപദേശങ്ങൾ കുറേ പറയുന്നുണ്ട്. ആ തെമ്മാടിത്തം നീ അറിയാതെ തന്നെ നിന്നിലേക്ക് കടന്നു വരാൻ അത് സാധ്യതയുള്ളതാണ് എന്നതാണ്. അത്തരം കൂട്ടുകെട്ടുകൾ നീ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും പിന്നെ ഒരിക്കലും പറ്റാത്ത രീതിയിൽ നീ അതിൽ വശംവദനായി അതിനൊരു അഡിക്ഷനുണ്ടായി ആ അവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തെമ്മാടികളായ ആളുകളുമായി കൂട്ടുകൂടുന്നതിൽ നിന്നും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത്, വല തസ്ഹബന്നൽ ബഖീൽ, പിശുക്കനായ മനുഷ്യൻ, ഒരു കാര്യത്തിനും ഒരു നല്ല കാര്യത്തിനൊന്നും ചെയ്യാതെ സ്വന്തം പിശുക്കി വയ്ക്കുന്ന മനുഷ്യൻ അവനോടൊപ്പമുള്ള ആളുകളെയും അത്തരം പിശുക്കിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നതാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതായിരിക്കും അയാൾ കാണുന്ന നീതിശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആരും കൊടുക്കേണ്ടതില്ല എന്നൊരു വലിയ ധനതത്വശാസ്ത്രമായിരിക്കും ഒരു പക്ഷേ ആളുകൾ കൊണ്ടു നടക്കുന്നത്. കൊടുത്താൽ തീർന്നു പോകുമെന്നതാണ് ആധുനികമായിട്ടുള്ള ഇത്തരം ധനപരമായിട്ടുള്ള നമ്മുടെ മോഹങ്ങൾ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്നാൽ നേരെ വിപരീതമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, വിതച്ചാലേ കൊയ്യാൻ കഴിയുകയുള്ളൂ എന്നത് ഒരു കൃത്യമായ നീതിയാണ്. എങ്കിൽ കൊടുക്കണം നിങ്ങൾക്ക്, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്. ഓരോരുത്തർക്കും അവനവൻ അധ്വാനിച്ചതായിരിക്കും ഉണ്ടാവുക. എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി കൂട്ടി വച്ചത് എന്നത് ഓരോരുത്തരും സ്വകാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് കൂട്ടുകാരൻ പറയുന്നത് കൊടുക്കേണ്ടതില്ല എന്ന്. അങ്ങനെയുള്ള ആളുകളെ നീ സൂക്ഷിക്കണം. വലാ തസ്ഹബന്ന കദ്ദാബൻ, കളവ് നിരന്തരമായി പറയുന്ന, കളവ് പറയുന്നതിൽ ഒരു ലജ്ജയില്ലാത്തവൻ, കളവ് പറയൽ ഒരു ശീലമാക്കിയവൻ, അവൻ എന്നെ വലിയ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. വസ്തുതകളെ നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അയാൾ പ്രേരിപ്പിക്കും. പിന്നീട് നീ അതിൻ്റെ പേരിൽ, അയാൾ പറഞ്ഞത് കേട്ടതിൻ്റെ പേരിൽ പിന്നീട് നീ വല്ലാതെ ഖേദിക്കേണ്ടിയും വരും. അതുകൊണ്ട് അത്തരം ഒരു സുഹൃത്ത് ബന്ധത്തിൽ ആകൃഷ്ടനാകാനോ അതിൽ പെട്ടുപോകാതിരിക്കാനോ ശ്രദ്ധിക്കണമെന്നതാണ്.
വലാ തസ്ഹബന്ന അഹ്മഖ്, വിഡ്ഢിയായ മനുഷ്യൻ കാര്യങ്ങളെ എതിർദിശയിൽ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾ, വിവേകമതിയല്ലാത്ത ആൾ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിവേകത്തോടുകൂടി പെരുമാറാനും വിവേകികളുമായി കൂട്ടുകൂടാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെയ്തു പോയതിൻ്റെ പേരിൽ ഖേദിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ടുകളെ സൂക്ഷിക്കണമെന്ന് ഹുസൈൻ ഇബ്നു അലി അദ്ദേഹത്തിൻ്റെ മകനോട് പറയാണ്. അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് വലാ തസ്ഹബന്ന ഖാത്തിഉർ റഹം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനുമായി നീ ബന്ധം ചേർക്കരുത്, കൂട്ടുകെട്ട് കൂടരുത് എന്നതാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ശാപമുള്ളവനാണ് ബന്ധം വിച്ഛേദിച്ചവൻ. അവനുമായി നീ കൂടി നിൽക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾ പോലും അതിലൂടെ തടയപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങളെ, അത്തരം കൂട്ടുകെട്ടുകളെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനോട് 5 തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിവാകണമെന്ന് പറയുകയാണ്. സൗഹൃദങ്ങളിലെ മര്യാദകളെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങളൊരാളും വിശ്വാസിയാകാതിരിക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വിശ്വാസിയാകുമ്പോഴാണ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അർഹനായിത്തീരുന്നത്. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസിയാവുക? പരസ്പരം സ്നേഹിക്കാതെ ഒരാൾക്ക് വിശ്വാസിയാവുക സാധ്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മനസ്സിലാക്കി പോകുന്നതിൻ്റെയൊക്കെയും വിപരീത ദിശയിലാണ് അള്ളാഹുവിൻ്റെ റസൂല് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പരസ്പരം സ്നേഹിക്കാതെ, വിശ്വാസി സമൂഹത്തെ പരസ്പരം ഉൾക്കൊള്ളാതെ നമ്മുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്ന് പറയുന്നത്. ഒരു പ്രവാചകൻ ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങളത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾ ഊഷ്മളമാകും, സൗഹൃദങ്ങൾ വളരെ കൃത്യമാകും, അതിങ്ങനെ തളരിടും. പ്രവാചകൻ പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപകമാക്കണം. സഹോദരങ്ങളെ, നമ്മൾ എപ്പോൾ കണ്ടാലും സലാം പറയുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ട് അത്തരമൊരു സൗഹൃദം നമ്മിലേക്കുണ്ടാവുന്നില്ല? നമ്മൾ സലാം പറയുമ്പോഴും മറ്റുള്ളവരുടെ വെറുപ്പുകളാണ് നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുന്നത് എങ്കിൽ സലാമിലെ ലഫ്ളുകൾ മാറിപ്പോയത് കൊണ്ടായിക്കൊള്ളുന്നില്ല, മനസ്സിലുള്ള വിചാരങ്ങൾ മാറിയത് കൊണ്ടാകാം. എന്താണ് ഈ സലാം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള എല്ലാ സൗഭാഗ്യങ്ങളും രക്ഷയും സമാധാനവുമൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള മനസ്സ് നിറഞ്ഞുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ ആർക്ക് വേണ്ടി ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങൾക്ക് എന്ത് അഭിവൃദ്ധി ഉണ്ടായാലും ഒരു നിലക്കും എനിക്കിത് പ്രയാസമില്ല, ഞാനതിൽ സന്തോഷിക്കുന്നു എന്നതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. പങ്കുചേരൽ മാത്രമല്ല, ആ സന്തോഷമുണ്ടായിക്കാണാൻ, ആ അഭിവൃദ്ധി ഉണ്ടായിക്കാണാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു തരിമ്പും അസൂയയില്ലാത്തൊരു മനസ്സായി നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ ഒന്നാം തരം വിശ്വാസിയാവുക. ആ വിശ്വാസിയാകുമ്പോഴാണ് നിങ്ങൾ സ്വർഗത്തിന് അർഹനായി തീരുക, സ്വർഗപ്രവേശനത്തിന് കാരണഭൂതനായി തീരുക. എത്ര കൃത്യമായിട്ടാണ് ആ പാഠം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നിലയിൽ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സലാം നമുക്ക് പറയാൻ പറ്റാറുണ്ടോ? നമ്മളിങ്ങനെ പോകുമ്പോൾ കൈപൊക്കി കാണിക്കലാണ്, അപ്പോൾ അയാളും കൈപൊക്കി കാണിക്കില്ല. ഈ കൈപൊക്കൽ തന്നെയാണ് സലാമായി ലോപിച്ചു വരുന്നത്. അങ്ങനെയൊന്നും അല്ല, മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയും പറയാൻ സാധിക്കണമെന്ന് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുകയാണ്, മൻ ആദ മരീദൻ, നിങ്ങൾ ആരാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഔ സാറ അഹൻ ലഹു ഫില്ലാഹി നാദാഹു മുനാദിൻ, അതല്ല നിന്റെ സഹോദരനെ നീ സന്ദർശിക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ രോഗിയാണെങ്കിൽ, അതല്ല സ്വന്തം സഹോദരനെ കൂട്ടുകാരനെ സന്ദർശിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. എന്താണ് പറയുന്നത്? തിബിത്ത വത്വാബ,
മംശാക വതബൗത മിനൽ ജന്നത്തി മൻസില. സുഖമായിരിക്കട്ടെ, നിന്റെ ഇടപാടുകളെല്ലാം ശരിയായി, നിന്റെ യാത്ര ശരിയായി, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിനക്കൊരു ഭവനം ഉറച്ചു കഴിഞ്ഞു എന്നിങ്ങനെ ആകാശലോകത്തുനിന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. ആരെ കാണാൻ പോയതാണ്? ചങ്ങാതിയായ ഒരാൾ അകലെയുള്ളവനെ ആ സൗഹൃദം പുതുക്കാൻ വേണ്ടി പോയതാണ്. എന്തുമാത്രം പ്രതിഫലമാണ് പറയുന്നത്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോഴും തൻ്റെ കൂട്ടുകാരനെ ആ സൗഹൃദം ഊഷ്മളമാക്കാൻ വേണ്ടി കാണാൻ പോകുമ്പോഴും ഒക്കെയും ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. ഹ്രസ്വമായൊരു ജീവിതമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്. അതിനിടയിൽ വഴക്കിനും വക്കാണത്തിനും നമുക്ക് സമയമില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അവനവന് വേണ്ടി തന്നെയെങ്കിലും അതൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും മിക്കവരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പ്രഷർ, അതേപോലെ ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ളതൊക്കെ ആവശ്യത്തിലധികമുള്ളവരാണ് നമ്മളൊക്കെ. അത്തരം അസുഖങ്ങളുടെ അതിനൊക്കെയും ബൈ പ്രൊഡക്റ്റായി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ മാനസികമായ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോട് നമുക്ക് നിരന്തരം വെറുപ്പും വിദ്വേഷവുമാണ് എങ്കിൽ, നമ്മൾ ഇടപെടുന്നതൊക്കെ കലാപകലുഷിതമായ ഒരവസ്ഥയാണ് എങ്കിൽ, എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ, അത്തരം അവസ്ഥയൊക്കെയും ഇത്തരം ശൈലീ രോഗങ്ങളെ വല്ലാതെ വളർത്തുമെന്നാണ് പറയുന്നത്. വിട്ടൊഴിയുകയില്ല അയാൾക്ക് പ്രഷർ എന്ന് പറയുന്നത്. അയാളുടെ ഷുഗർ ഒരിക്കലും ഒരു മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നതാണ്. അതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് അത്രയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ എനിക്ക് വേണ്ടി ഇത്തരം പകകളൊക്കെയും അവസാനിപ്പിക്കുന്നുവെന്ന്. അതിനപ്പുറമാണ് അള്ളാഹു പ്രദാനം ചെയ്യുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, അൽ മുസ്ലിം അഹുൽ മുസ്ലിം, വിശ്വാസിയുടെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, ഒരിക്കലും അവനവനെ ആക്രമിക്കുകയില്ല, അതേപോലെ തന്നെ കൈയൊഴിയുകയും ചെയ്യുകയില്ല. സഹവസിക്കരുത് എന്ന് പ്രത്യേകം പറയുമ്പോഴും കൈയൊഴിയരുത് എന്നതാണ് പറയുന്നത്. കൈയൊഴിയാൻ പാടില്ല. ഒരാളൊരു കിണറിലേക്ക് വീണുപോയാൽ, ഒരു കുഴിയിൽ വീണുപോയാൽ നമ്മളെന്താ ചെയ്യൽ? അയാളുടെ തലയിലേക്ക് നമ്മൾ വേറെ കല്ല് വലിച്ചതില്ലല്ലോ. അയാൾ അതിൽ നിന്ന് കയറ്റാനുള്ള കയറും വടവും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ച് കോണിയൊക്കെ വച്ച് അയാളെ കയറ്റിക്കൊണ്ടുവരും. അതുപോലെ ആയിരിക്കണം തെറ്റുകളിൽ ആകൃഷ്ടരായിപ്പോയ മനുഷ്യരെ അതിൽ നിന്ന് വലിച്ചു കയറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രത്യേകമായി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നമുക്കൊരു ശത്രുവില്ല. നമ്മളെ മനസ്സിലാക്കിയത് ചിലർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് നമുക്കെതിരായി ചിന്തിക്കാനും നിൽക്കാനും അവരെ പ്രേരിപ്പിച്ചത്. അത്തരം ആളുകളോട് നമ്മളെ കൃത്യമായി ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരാളെയും വെറുത്തുകൊണ്ട് ഒരു അന്തി ഉറങ്ങുന്നവരായി നമ്മളൊരാളും മാറരുത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറ ഫാത്തിറിലെ 32-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ അനന്തരാവകാശികളായി അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾ, അവരെ പറ്റി അള്ളാഹു പറയാ, കേട്ടുനോക്കുകൾ, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് തന്നെയും അക്രമം പ്രവർത്തിച്ചവരെയാണ് അള്ളാഹു തിരഞ്ഞെടുത്ത ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. വമിൻഹും മുഖ്തസിദുൻ, രണ്ടാമത് പറഞ്ഞത് മധ്യമ നിലപാടുകാരായ ആളുകളാണ്. ചില നന്മകളൊക്കെയുണ്ട് അവർക്ക്, പക്ഷേ പൂർണ്ണമായും നന്മയിലൂടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ തിന്മകളുമുണ്ട്. അങ്ങനെ തിന്മയും നന്മയുമൊക്കെ സമ്മിശ്രമായി ജീവിച്ചു പോയ ആളുകൾ അമാനി മൗലവി ആയത്തിനാൽ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. വമിൻഹും സാബിക്കും ബിൽ ഹൈറാത്ത് ബിഇദ്നില്ല, പടച്ചവൻ്റെ അനുമതി പ്രകാരം നന്മയിൽ വളരെ മുന്നിൽ കുതിച്ചു പോയിട്ടുള്ള ആളുകൾ. 3 വിഭാഗത്തെ പറയുകയാണ്. സ്വന്തം അതിക്രമം ചെയ്ത ആളുകൾ, അവരെ പറയുന്നുണ്ട്. മദ്യപാനികളായ ആളുകൾ, വ്യഭിചാരികളായ ആളുകൾ, കഠിന പാപങ്ങൾ സ്വന്തത്തോട് തന്നെ ചെയ്തു പോയ ആളുകൾ, പക്ഷെ പടച്ചവൻ അവരെ ഒഴിവാക്കിയില്ല എന്നതാണ്. അള്ളാഹു എഴുതിത്തള്ളിയില്ല.
അവർ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും അവരുടെ മുമ്പിൽ തുറന്നു വച്ച് ഈ വേദത്തിൻ്റെ അനന്തരാവകാശികളായി പടച്ചവൻ അവരെ പരിഗണിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരാളെയും എഴുതിത്തള്ളാനും ഒഴിവാക്കാനും പാടില്ല. കുഴിയിൽ വീണവനെ പിടിച്ചു കയറ്റുന്ന അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ നന്മയിലേക്ക് ആളുകളെ അടുപ്പിക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സൗഹൃദങ്ങൾ എപ്രകാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഊഷ്മളമാക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.